മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സന്ദേശവുമായി ഒരിക്കൽ കൂടി ക്രിസ്മസ് ആഗതമായിരിക്കുകയാണ്. എല്ലാവർക്കും ഈ ക്രിസ്മസിൻ്റെ മംഗളങ്ങൾ ഞാൻ സ്നേഹത്തോടെ നേരുകയാണ്. നമ്മുടെ കുടുംബങ്ങളും ദേവാലയങ്ങളുമെല്ലാം ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങിക്കഴിഞ്ഞു. നമ്മൾ പുൽക്കൂടുകൾ നിർമ്മിച്ചു കഴിഞ്ഞു. തോരണങ്ങളും സ്റ്റാറുകളും നമ്മുടെ വീടുകളിലും ദേവാലയങ്ങളിലും നമ്മൾ തൂക്കിക്കഴിഞ്ഞു. വിഭവസമൃദ്ധമായ ഭക്ഷണം ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരുങ്ങിക്കഴിഞ്ഞു കാണും. പ്രിയമുള്ളവരെ, ഇത്തരുണത്തിൽ ക്രിസ്മസിനെ പറ്റിയുള്ള ചെറിയ 1-2 ചിന്തകൾ മാത്രം നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ക്രിസ്മസ് വലിയൊരു ആഘോഷമാണല്ലോ. ഒരു ചെറിയ കഥ നിങ്ങളെ ഞാനൊന്ന് ഓർമ്മിപ്പിക്കട്ടെ. ജീവിതത്തിൽ സന്തോഷം മാത്രം അനുഭവിച്ചിട്ടുള്ള ഒരു രാജകുമാരൻ്റെ സുന്ദരമായ ഒരു പ്രതിമ നഗരമധ്യത്തിൽ നിർമ്മിക്കപ്പെടുകയുണ്ടായി. തങ്കപ്പതക്കങ്ങളാലും രത്നങ്ങളാലും അലങ്കൃതമായ സന്തോഷത്തിൻ്റെ പ്രതീകമായ, പ്രത്യാശയുടെ പ്രതീകമായ ഈ രാജകുമാരൻ്റെ പ്രതിമ എല്ലാവർക്കും വലിയ അത്ഭുതമായി തോന്നി. അങ്ങനെ ഒരു ദിവസം വിദൂരത്തേക്ക് യാത്ര പോയ ഒരു ആറ്റുതത്ത ഈ പ്രതിമയുടെ ചുവട്ടിൽ അല്പനേരം വിശ്രമിക്കാനിരുന്ന് അല്പമൊന്ന് മയങ്ങിപ്പോയപ്പോൾ ഈ തത്തയുടെ ശരീരത്ത് ഒരു തുള്ളി വെള്ളം വീണു. ഇത്തിരി കഴിഞ്ഞപ്പോൾ 2 തുള്ളിയായി. ആകാംക്ഷയോടെ മുകളിലേക്ക് നോക്കിയപ്പോൾ ഈ തത്ത കാണുന്നത് ഈ രാജകുമാരൻ കരയുകയാണ്. എന്തു പറ്റി എന്ന് ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ഈ രാജകുമാരൻ പറഞ്ഞു, നീ കാണുന്നില്ലേ, ആ കുടിലിൽ കുഞ്ഞിന് മുല കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരമ്മേ, തൻ്റെ കുഞ്ഞിന് ഭക്ഷണം കൊടുക്കാനില്ലാതെ വിഷമിച്ചിരിക്കുകയാണ് അവൾ. നീ എൻ്റെ ഈ വാളിൽ പതിച്ചിരിക്കുന്ന ഒരു തങ്കപ്പതക്കം എടുത്തുകൊണ്ടുപോയി അവൾക്ക് കൊടുക്കണം, അവൾ കുഞ്ഞിന് ഭക്ഷണം വാങ്ങിക്കട്ടെ. തിരികെ വന്ന് പോകാൻ അനുവാദം ചോദിക്കുമ്പോൾ വീണ്ടും ഈ രാജകുമാരൻ പറഞ്ഞു, അയ്യോ പോകല്ലേ, നീ കാണുന്നില്ലേ ഒരു പെൺകുട്ടി, അവൾ തലയിൽ പാൽക്കുടവുമായി പോയപ്പോൾ വീണ് പാൽക്കുടം ഉടഞ്ഞുപോയി, അവൾക്കൊരു പുതിയ പാൽക്കുടം വാങ്ങിക്കണം, നീ ഒരു തങ്കപ്പതക്കം എടുത്തുകൊണ്ട് അവൾക്ക് കൊടുക്കണം. തിരികെ വന്നപ്പോൾ ഈ രാജകുമാരൻ ആവശ്യപ്പെട്ട്, പോകരുത്, ഒരു കാര്യം കൂടി ചെയ്യണം. ആ മുറിയിൽ നീ ഒരാളെ കാണുന്നില്ലേ, ഒരു സാഹിത്യകാരനാണ്, അദ്ദേഹത്തിന് എഴുതാനുള്ള പേപ്പറിന് മേടിക്കാൻ പൈസയില്ലാതെ കഷ്ടപ്പെടുകയാണ്. എൻ്റെ കണ്ണുകളിൽ പതിച്ചിരിക്കുന്ന ഈ രത്നങ്ങൾ കൊണ്ടുപോയി അദ്ദേഹത്തിന് കൊടുക്കണം, അദ്ദേഹം പേപ്പർ വാങ്ങിക്കട്ടെ. പ്രിയമുള്ളവരെ, കഥ പറയുന്നത് പിന്നീട് ഈ ആറ്റുതത്ത ഈ രാജകുമാരൻ്റെ സേവകനായി അവിടെ കഴിഞ്ഞു എന്നാണ്. നഗരാധിപൻ ഒരു ദിവസം ആ വഴിക്ക് കടന്നു പോകുമ്പോൾ വികൃതവും വിരൂപവുമായ ഈ പ്രതിമ കാണുകയും ഇത് ഉടച്ചു വാർക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. ഉടച്ചു വാർത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹൃദയം മാത്രം ഉരുകിയില്ല. ഇതേ അവസരത്തിൽ സ്വർഗത്തിൽ നിന്ന് ദൈവം മാലാഖമാരെ ഭൂമിയിലേക്ക് അയച്ചു. നിങ്ങൾ ഭൂമിയിൽ പോയി ഭൂമിയിലെ ഏറ്റവും മനോഹരമായ 2 സാധനങ്ങൾ കൊണ്ടുവരാൻ ആവശ്യപ്പെടുകയാണ്. മാലാഖമാർ ഭൂമിയിൽ വന്ന് എല്ലാ സ്ഥലത്തും അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് കിട്ടിയ 2 കാര്യങ്ങൾ ഈ രാജകുമാരൻ്റെ ഉരുകാത്ത ഹൃദയവും ഈ തത്തയുടെ ചത്ത ജഡവുമാണ്. ഇത് 2ഉം അവർ കൊണ്ടുപോയി സ്വർഗത്തിൽ സ്ഥാപിച്ചു എന്നാണ് കഥ. പ്രിയമുള്ളവരെ, നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള ഓസ്കാർ വൈൽഡിൻ്റെ ദ ഹാപ്പി പ്രിൻസ് എന്ന് പറഞ്ഞ മനോഹരമായ കഥയുടെ രത്നച്ചുരുക്കമാണിത്. സഹാനുഭൂതിയും സ്നേഹവും ജ്വലിക്കുന്ന ഹൃദയവും ആണ് പ്രിയമുള്ളവരെ മനുഷ്യർക്കിന്ന് ആവശ്യം. മനുഷ്യജീവിതത്തിൻ്റെ മാറ്റ് ഉരച്ചു നോക്കുന്നത് സ്നേഹത്തിൻ്റെ ഉരകല്ലിലാണ്. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, ലോകത്തെ അത്രയധികമായി ദൈവം സ്നേഹിച്ചു, തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ലോകത്തിന്
ദൈവം നൽകുന്ന ഏറ്റവും വലിയ സ്നേഹോപകാരമാണ് യേശു. നമുക്ക് ഓരോരുത്തർക്കും സമ്മാനമായി നൽകിയതാണ് പ്രിയമുള്ളവരെ യേശു. നമ്മൾ സമ്മാനങ്ങൾ കൊടുക്കുന്നവരാണ്. ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ നമ്മുടെ പ്രിയപ്പെട്ടവർക്കും കൂട്ടുകാർക്കും നമ്മൾ അനേകം സമ്മാനങ്ങൾ കൊടുത്തിട്ടുണ്ടാകും. ഈ സമ്മാനങ്ങളെ പറ്റിയുള്ള ചിന്ത വരുമ്പോൾ നമ്മൾ ആദ്യമേ തിരിച്ചറിയേണ്ടത് നമുക്ക് നൽകപ്പെട്ട ഏറ്റവും വലിയ സമ്മാനം ക്രിസ്തു യേശു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഓർത്തിരിക്കണം, ഈ സ്നേഹത്തിൻ്റെ വലിപ്പമെന്ന് പറയുന്നത് നമ്മൾ ജീവിതത്തിൽ ഏറ്റെടുക്കുന്ന ത്യാഗത്തിൻ്റെ വലിപ്പമനുസരിച്ചാണ്. ദൈവമായിരുന്നവൻ മനുഷ്യനായി വലിയ ത്യാഗം ചെയ്തു എന്നുള്ളത്. നമ്മൾ ഓരോരുത്തരും ക്ഷണിക്കപ്പെടുന്നത് ഈ ത്യാഗ ജീവിതത്തിലേക്കാണ്. ഓർത്തിരിക്കുക, നമ്മൾ കടന്നു പോകുന്ന ഈ ലോകം, ഈ 2023 ഒരു കെട്ട കാലമാണ് പ്രിയമുള്ളവരെ. ഈ ലോകത്തിലും നമ്മുടെ കൊച്ചു കേരളത്തിലും മനുഷ്യരനുഭവിക്കുന്ന വേദനകളും കഷ്ടപ്പാടുകളിലേക്ക് നാം തിരിഞ്ഞു നോക്കുമ്പോൾ ഈ ക്രിസ്മസ് വേദനയുടെ ഒരു കാലഘട്ടമാണ്. കഴിഞ്ഞ ദിവസം പരിശുദ്ധ മാർപ്പാപ്പ സൂചിപ്പിച്ചതുപോലെ ഇസ്രായേലിലെ യുദ്ധത്തിൽ ജെറൂസലേമിലും ബെത്ലഹേമിലും വേദന അനുഭവിക്കുന്ന കുഞ്ഞുങ്ങളുടെ കണ്ണുനീര് കാണാതെ ഈ ക്രിസ്മസ് നമുക്ക് ആഘോഷിക്കാനായാവില്ല. എന്തിനേറെ പറയുന്നു, നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെ ചട്ടുകങ്ങളായി തെരുവിലിറങ്ങുന്ന നമ്മുടെ വിദ്യാർത്ഥികളെ നമുക്ക് കാണാതിരിക്കാനായിട്ടാവും. സ്വത്തിനും ജീവനും സംരക്ഷണം ലഭിക്കാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. കൊള്ളയും കൂട്ടക്കൊലയും കലാപവും കാട്ടാളത്തരങ്ങളും അക്രമവും അഴിമതിയും അഴിഞ്ഞാടുന്ന ഒരു സമൂഹത്തിലേക്ക് നാം ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. സമൂഹ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന മരവിപ്പിക്കുന്ന ബാലപീഡനങ്ങളുടെയും സ്ത്രീ പീഡനങ്ങളുടെയും കാലമായി, കെട്ടകാലമായി ഇത് മാറിയിരിക്കുന്നു. കർഷകാത്മഹത്യകൾ, തൊഴിലില്ലായ്മകൾ, മെച്ചപ്പെട്ട ജീവിതമാർഗം തേടിയുള്ള കൂട്ടപാലായനങ്ങളും കൂട്ടക്കുടിയേറ്റങ്ങളും നമുക്ക് കാണാതിരിക്കാനായിട്ട് ആവില്ല. നരഭോജികളായ വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങൾ ദിനം പ്രതി എന്നോണം വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടമാണിത് പ്രിയമുള്ളവരെ. വേദനിക്കുന്ന ഒരു സഭയുടെ കാലഘട്ടമാണ്. മിഷണറിമാരും വിശ്വാസികളും പുരോഹിതരും സന്യാസികളും പരസ്യമായും രഹസ്യമായും പീഡിപ്പിക്കപ്പെടുകയും സമൂഹമധ്യേ അപമാനിക്കപ്പെടുകയും ചെയ്യുന്ന ലോകത്താണ് ഈ ക്രിസ്മസ് നാം ആഘോഷിക്കുന്നത്. ക്രിസ്മസ് നൽകുന്ന സന്ദേശം പ്രിയമുള്ളവരെ സ്നേഹത്തിലൂന്നിയുള്ള ത്യാഗപൂർണമായ ഒരു ജീവിതമാണ്. സഹാനുഭൂതിയും അനുകമ്പയും ജ്വലിക്കുന്ന ഹൃദയവുമായുള്ള ഒരു ക്രിസ്മസാണ് നാം ആഘോഷിക്കേണ്ടത്. വേദനിക്കുന്നവരോടും കഷ്ടപ്പെടുന്നവരോടും പക്ഷം ചേർന്നുള്ള ജീവിതമാകട്ടെ നമ്മുടേത്. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, ഈ ക്രിസ്മസ് നൽകുന്ന സന്ദേശമെന്ന് പറയുന്നത് ത്യാഗപൂർണമായ സ്നേഹത്തിലൂന്നിയുള്ള നമ്മുടെ ജീവിതമാണ്. സകലർക്കും സകലതുമാകാൻ വേണ്ടി ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നു. അതിനുള്ള കൃപ നമുക്കെല്ലാവർക്കും ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ, ഈ ക്രിസ്മസ് ദിനത്തിൽ ദൈവം നമുക്ക് നൽകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.